നമസ്കാരം. ധാരാളം സ്പേസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 4 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 63/2026. 10th പ്രിലിംസ് എക്സാം എഴുതുന്ന ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി തന്നെ അവർക്ക് വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് പഠിച്ചിട്ട് റെഫർ ചെയ്തിട്ട് വേണം പരീക്ഷ എഴുതുവാൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാണ്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ഗൗരി പാർവതി ഭായ്. ഗൗരി പാർവതി ഭായിയാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. നെക്സ്റ്റ് വൺ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ ആയിരുന്നു? ആൻസർ അവധ്. അവധിനെയാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് വൺ. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. നെക്സ്റ്റ് വൺ. പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരാണ്? ആൻസർ മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന. പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്ത ആരാണ്? മുഹമ്മദ് അലി ജിന്ന. 2020 പരിപാടികൾ ആഹ്വാനം ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. ഒന്ന് കണക്ട് വെച്ചോളൂ. പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. നെക്സ്റ്റ് ചോദ്യം. ശിവയോഗവിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ശിവയോഗവിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ശിവയോഗവിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് വൺ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ലാഹോറിലാണ്. പൂർണ്ണ സ്വരാജ് ലാഹോറിലാണ്. നെക്സ്റ്റ് വൺ. മിശ്ര വേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? മിശ്ര വേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തെ മാത്രമാണ് ശരി പ്രസ്താവനകൾ. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നുണ്ട്. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് ചോദ്യം. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഡാഷാണ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങളാണ് ജൂൺ, സെപ്റ്റംബർ. ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതൊക്കെയാണ്? ജൂൺ, സെപ്റ്റംബർ. ഖാരിഫ് വിള ജൂൺ, സെപ്റ്റംബർ. നെക്സ്റ്റ് വൺ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരി പ്രസ്താവനകളാണ്. ഓപ്ഷൻ സി. ആൻസർ 1ഉം 4ഉമാണ് ശരി പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. നാലാമത്തത് പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തരായ് ബെൽറ്റ്
ടി ആണ്. തരായ് ബെൽറ്റ് ഭംഗർ എന്ന് അറിയപ്പെടുന്നു. ഒന്നുകൂടി, ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തരായ് ബെൽറ്റ് ഭംഗർ എന്നും അറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആൻസർ ദോഡ ബെട്ട. നെക്സ്റ്റ് വൺ, ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏതാണ്? ആറളം. നെക്സ്റ്റ് വൺ, തൊഴിൽ സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ തരം തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യ വിതരണം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യ വിതരണം. നെക്സ്റ്റ് വൺ, വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ രണ്ടാമത്തെ പദ്ധതി. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്ത പദ്ധതിയാണ് രണ്ടാമത്തെ പദ്ധതി. നെക്സ്റ്റ് വൺ, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ സിന്ധുശ്രീ ഖുള്ളർ. സിന്ധുശ്രീ ഖുള്ളറാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നെക്സ്റ്റ് വൺ, ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജി. ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുടേതാണ്. ദാദാഭായ് നവറോജിയുടേതാണ് ജയിൽ ജീവിത ചെലവ്. ദാദാഭായ് നവറോജി. നെക്സ്റ്റ് ചോദ്യം, ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്ന അതിന് പറയുന്ന പേരെന്താണ്? ആധുനിക സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥ ബന്ധിപ്പിക്കുന്ന സംയോജിപ്പിക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ആഗോളവൽക്കരണം. നെക്സ്റ്റ് ചോദ്യം, സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? പേര് RBI ഡേറ്റ. RBI ഡേറ്റ. RBI ഡേറ്റ എന്നാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിലേതൊക്കെയാണ് ശരി? മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടാം. ഈ പ്രസ്താവന തെറ്റുമാണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, രാഷ്ട്രനിർദ്ദേശ തത്വങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, 1 മാത്രമാണ് ശരി. ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അവ യോജിപ്പിച്ചുകൊണ്ട് ശരിയായ ഉത്തരം എഴുതുക. മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ് എന്നിവയുണ്ട്. ലിസ്റ്റ് 2 തുറമുഖങ്ങൾ, മായം ചേർക്കൽ, കന്നുകാലി പരിപാലനം. ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ്. കേന്ദ്ര ലിസ്റ്റ് തുറമുഖങ്ങളാണ്. കേന്ദ്ര ലിസ്റ്റ് തുറമുഖങ്ങളാണ്. സംസ്ഥാന ലിസ്റ്റ് കന്നുകാലി പരിപാലനം. സംയുക്ത ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നും പറയാം. സംയുക്ത ലിസ്റ്റ് എന്ന് പറയുമ്പോഴത് മായം ചേർക്കൽ. നെക്സ്റ്റ് ചോദ്യം, 44ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിശോധിച്ച് ശരി അല്ലാത്തവ കണ്ടെത്തുക. പ്രസ്താവന ഇതൊക്കെയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ അനുച്ഛേദം 300A ഉൾപ്പെടുന്ന സ്വത്തവകാശം
അനുച്ഛേദം 22(4) മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. 352 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. 44 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. രണ്ടാമത്തെ മാത്രമല്ലേ, 2 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഓക്കെ, ബാക്കിയൊക്കെ ശരി പ്രസ്താവനകൾ. 44 ഡീപ്പായിട്ട് പോകുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് ആണെന്നല്ല. നെക്സ്റ്റ് വൺ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ഉൾപ്പെടാത്തതാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ജില്ലാ കൗൺസിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏവയാണ്? അനുച്ഛേദം 29 മുതൽ 30 വരെ. നെക്സ്റ്റ് വൺ, ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാം? ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം കേന്ദ്ര സർവീസുകളാണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് അതുപോലെ തന്നെ ഇന്ത്യൻ റവന്യൂ സർവീസും കേന്ദ്ര സർവീസുകളാണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് ആൻഡ് ഇന്ത്യൻ റവന്യൂ സർവീസ് രണ്ടുപേരും കേന്ദ്ര സർവീസുകൾ തന്നെ ആകുന്നു. നെക്സ്റ്റ് വൺ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ കമ്മീഷണർമാർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, രണ്ടാമത്തതാണ് ശരി. കമ്മീഷണർ ആരായിരുന്നു? 47 ശേഷം ജനിച്ച കമ്മീഷണർ ആരായിരുന്നു? ജ്ഞാനേഷ് കുമാർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി പ്രസ്താവന. 1ഉം 2ഉം 3ഉം 4 പ്രസ്താവനകളും ശരിയാണ്. 4മത്തതാണ് ശരി. നെക്സ്റ്റ് ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ദുരന്ത നിവാരണ അതോറിറ്റി 1മത്തെ മാത്രമാണ് ശരി പ്രസ്താവന. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. ഇനി മഴയൊക്കെ ആയതുകൊണ്ടും നമുക്ക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. നെക്സ്റ്റ് ചോദ്യം, 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1മത്തെ മാത്രമാണ് ശരിയായത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1മത്തെ മാത്രമാണ് ശരിയായത്. 1. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ചോദ്യം, കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്ക് കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റ് പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 3എണ്ണവും നന്നായി വായിച്ചതിന് ശേഷം നമുക്ക് ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം തെറ്റാണ്. 1ഉം 2ഉം തെറ്റാണ്. മന്ദഹാസം മാത്രം ഒന്ന് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരികൾ ഏതൊക്കെയാണ്? ഒരു പ്രസ്താവന പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ലിഗമെൻറ്റുകളാണ്.
ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. കണ്ണിലെ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് റേഡിയൽ പേശികളാണ്. വാഗസ് നാഡി ഒരു സുഷുമ്ന നാഡിക്ക് ഉദാഹരണമാണ്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരി പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തതാണെന്ത്? ശരി പ്രസ്താവന. ഓക്കെ, ത്വക്കിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ എന്ന് പറയും അല്ലേ. ഇപ്പോൾ ബാക്കി നോക്കാം. പേശികളെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെൻ്റാണ് അല്ലേ. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് അസ്ഥികൾ വരുമ്പോൾ ഈ രണ്ട് അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിനിടയ്ക്കുള്ള സ്പേസ് ഇല്ലേ, അവിടെ വരുന്നതാണെന്ത്? ലിഗമെൻറ്റുകൾ. ഈ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ആ ഒരു നാര് പോലുള്ള ഭാഗമാണെന്ത്? ലിഗമെൻ്റ് എന്ന് പറയുക. പേശിയും അസ്ഥിയുമല്ല, രണ്ട് അസ്ഥികൾക്കിടയിലുള്ള ബന്ധമാണെന്ത്? ലിഗമെൻറ്റുകളായി വരിക. നെക്സ്റ്റ്, ശരിയായ ജോഡി ഏതാണ്? കുഷ്ഠം, അത്ലറ്റ്, മീസിൽസ്, മന്ത്. വിരകൾ, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. ശരിയായ ജോഡിയാണ് ഓപ്ഷൻ ബി. ഇതാണ് ശരിയായ ജോഡി. ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡി. കുഷ്ഠരോഗം പരത്തുന്നില്ല. കുഷ്ഠരോഗം പരത്തുന്നതാണെന്ത്? ബാക്ടീരിയ. കുഷ്ഠരോഗം ബാക്ടീരിയ ആണ്. അത്ലറ്റ് ഫുഡ് ഫംഗസ്. നെക്സ്റ്റ്, മീസിൽസ്, വൈറസ്. മന്ത്, വിരകൾ അല്ലേ. വിരകളുമുണ്ട് അതിനകത്ത്. കൊതുക് മാത്രമല്ല, വിരകളുമുണ്ട് മന്ത് രോഗത്തിൻ്റെത്. കുഷ്ഠരോഗം ബാക്ടീരിയ, അത്ലറ്റ് ഫുഡ് ഫംഗസ്, നെക്സ്റ്റ് മീസിൽസ് വൈറസ്, പിന്നെ മന്ത് രോഗം വിരകളുമുണ്ട്. മന്ത് രോഗം പരത്തുന്ന വിരകൾ, ആ വിരകൾ ഏതാ? മന്ത് രോഗം പരത്തുന്ന വിരകൾ കാണപ്പെടുന്ന എവിടെയാണ്? മന്ത് വിരകൾ കാണപ്പെടുന്ന എവിടെയാണ്? ശരിക്കും പറഞ്ഞാൽ മന്ത് വിര കാണപ്പെടുന്ന മനുഷ്യൻ്റെ ലിംഫ് ഗ്രന്ഥികളിലുമാണ്. മന്ത് വിര കാണപ്പെടുന്ന മനുഷ്യൻ്റെ ലിംഫ് ഗ്രന്ഥികളിലാണ് ഈ മന്ത് വിരകൾ കാണപ്പെടുക. ഓക്കെ, അതുവഴിയാണത് കടന്നു പോവുക. ഏത് വിരയാണത്? ഫൈലേറിയൽ വേമാണ് മന്ത് വിര എന്ന് പറയില്ല. മന്ത് വിരയുടെ ഇംഗ്ലീഷ് വേർഡ് ഫൈലേറിയൽ വേം എന്നാണ്. ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നു. ഫൈലേറിയൽ വിരയാണ് മന്ത് വിര എന്നറിയപ്പെടുക ഇല്ല. അപ്പോൾ അതിൻ്റെ എന്താണ് പറയുക? ഉച്ചീറിയ ബ്രാങ്കോഫ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ഉച്ചീറിയ, W ആണ്. ഉച്ചീറിയ ബ്രാങ്കോഫ്റ്റ്, WU ആണ്. WUCHERERIA, ഉച്ചീറിയ ബ്രാങ്കോഫ്റ്റ്. മന്ത് വിര ഫൈലേറിയൽ വേമാണ്. ഓക്കെ, അതാണ് ഫൈലേറിയൽ വിര, മന്ത് വിര. അതെവിടെയാണ് ബാധിക്കുക? മനുഷ്യൻ്റെ ലിംഫിലാണ് ബാധിക്കുക. മന്ത് വിര കാണപ്പെടുന്ന എവിടെയാണ്? മനുഷ്യൻ്റെ ലിംഫ് ഗ്രന്ഥികളിലും അല്ലെ. ലിംഫ് വാഹികളിലും രക്തക്കുഴലിൽ പോകുന്ന പോലെ അതിൻ്റെ കൂട്ടത്തിൽ ലിംഫ് ഗ്രന്ഥികളും പോകുന്നുണ്ട്. അപ്പോൾ ലിംഫ് ഗ്രന്ഥികളിലും ലിംഫ് വാഹികളിലുമാണ് മന്ത് വിരകൾ കാണപ്പെടുക. അതായത് ഉച്ചീറിയ ബ്രാങ്കോഫ്റ്റി എന്ന മന്ത് വിര, ഫൈലേറിയൽ വേം കാണപ്പെടുന്നത്. അപ്പോൾ അതുണ്ട്. പക്ഷേ മന്തുണ്ടാക്കുന്ന, അത് പരത്തുന്ന ജീവി ആരാണ്? പെൺകൊതുക്, ക്യൂലിക്സ് പെൺകൊതുകാണ് ഉണ്ടാക്കുക. ഇനി മന്ത് വിരയുടെ ലാർവ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മന്ത് വിരയുടെ ലാർവ മൈക്രോഫൈലേറിയ. മന്ത് വിരയുടെ ലാർവ അറിയപ്പെടുന്ന പേരാണ് മൈക്രോഫൈലേറിയ. മന്ത് വിരകൾ ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന? മനുഷ്യരിൽ ലിംഫ് ഗ്രന്ഥികളിലും ലിംഫ് വാഹികളിലും കാണപ്പെടുന്നുണ്ട്. അവ ഫൈലേറിയൽ വേം എന്നാണ് മന്ത് വിര. ഉച്ചീറിയ ബ്രാങ്കോഫ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് അല്ലേ. നെക്സ്റ്റ് ചോദ്യം. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് ഡാഷിലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാവുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ട പിടിക്കും, തകരാറിലാക്കുന്നു. ഇതിലേതൊക്കെയാണെന്നുള്ളതാണ്. ശരീരത്തിൽ കാൽസ്യം കുറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? കാൽസ്യം കുറയുമ്പോൾ സംഭവിക്കുന്ന എന്തൊക്കെയാണ്? ആൻസർ 1, 2, 3, 4 ശരിയാണ്. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളാണ് പറയുക. 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. കാൽസ്യം കുറവ് നമുക്കറിയാവുന്ന കാര്യമാണ്. നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാവുന്നുണ്ട്. അത് കുറയുമ്പോൾ നാഡികളും കുറയുന്നുണ്ട്. പേശി പ്രവർത്തനം, മസിൽസിനും കാൽസ്യം ആവശ്യമാണ്.
രക്തം കട്ടുപിടിക്കുന്നതിനും കാൽസ്യം ആവശ്യമാണ് അല്ലേ. രക്തം കട്ടുപിടിക്കാനും കാൽസ്യം അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. വിറ്റമിൻ കെയും വേണം, കൂടെ കാൽസ്യം ആവശ്യമുണ്ട് രക്തം കട്ടുപിടിക്കാനായിട്ട്. ഈ വിറ്റമിൻ കെ ആക്റ്റീവ് ആണെങ്കിലും കാൽസ്യം ആവശ്യമുണ്ട്. പ്രോത്രോംബിനെ ത്രോംബിനാക്കണമെങ്കിലാണ് എന്ത് വേണ്ടത്? കാൽസ്യം ആവശ്യമുണ്ട്. രക്തം കട്ടുപിടിക്കുന്ന ഫൈബ്രിനോജൻ എന്നൊക്കെ നമുക്കറിയാം അല്ലേ, പ്രോട്ടീൻ അറിയാം. ഫൈബ്രിനോജൻ ഉണ്ടാകണേ ആര് വരണം? ഈ പ്രോത്രോംബിൻ ആക്റ്റീവ് വേണം. പ്രോത്രോംബിൻ ആക്റ്റീവ് ആകണേ ആര് വേണം? കാൽസ്യം വേണം. അപ്പോൾ കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ടിങ് പോലും നടക്കത്തുള്ളൂ. പ്രോത്രോംബിൻ ടു ത്രോംബിനാവണം, ത്രോംബിനെ പിന്നെ ഫൈബ്രിനോജൻ ആക്കി മാറ്റുന്നില്ല. ഫൈബ്രിനോജൻ ആവണമെങ്കിൽ ത്രോംബിൻ വേണം. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ കാൽസ്യമാണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്നത്. വിറ്റമിൻ കെയും കൂടി ഓർത്തിരിക്കാം. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ്? ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണുവിൻ്റെ പേരേതാണ്? ബേസോഫിൽസ് ആണ്. ബേസോഫിൽസ് ആണ് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിൽസ് ആണ്. ബേസോഫിൽസ് എന്ന് പറയുമ്പോൾ അത് അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കട്ടപിടിക്കുന്ന തടയുന്ന ഹെപ്പാരിൻ നിർമ്മിക്കുകയാണ് ചെയ്യുക. ബേസോഫിലിൻ്റെ ധർമ്മം എന്താണ്? അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കട്ടപിടിപ്പിക്കാൻ തടയുന്ന, രക്തം കട്ടപിടിച്ച് പിടിക്കുകയാണ് തടയുന്ന സംഭവം ഏതാണ്? ഹെപ്പാറിനാണ്. ഈ ഹെപ്പാറിനെ ഉണ്ടാക്കുന്ന ആരാണ്? ബേസോഫിൽസ് ആണ്. ഹെപ്പാറിനെ ഉണ്ടാക്കുന്ന ആരാണ്? ബേസോഫിൽസ് ആണ്. താഴെ പറയുന്നവയിൽ കർഷണബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഉപരിതലങ്ങളുടെ സ്വഭാവത്തെയാണ്. നെക്സ്റ്റ് ചോദ്യം, 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണ ഉണ്ടാകുന്ന താഴെ പറഞ്ഞ ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ഗുരുത്വ തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആൻസർ ഓപ്ഷൻ സി, ബ്ലാക്ക് ഹോളുകളുടെ ലയനമാണ്. ബ്ലാക്ക് ഹോൾ ലയനം. ഈ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്, അപ്പോൾ നല്ലതായിട്ട് നോക്കി വെച്ചേക്കാം. ഗ്രാവിറ്റേഷണൽ വേവ്സ് ബ്ലാക്ക് ഹോളുകളുടെ ലയനത്തെയാണ് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, രൂപാന്തരത്വം എന്ന സ്വഭാവ സവിശേഷത കാണിക്കാത്ത മൂലകം ഏതാണ്? രൂപാന്തരത്വം എന്ന സ്വഭാവം കാണിക്കാത്ത മൂലകം ഇവിടെ ഏതാണ്? അല്ലേ, കാണിക്കാത്ത മൂലകമാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? നൈട്രജനാണ്. രൂപാന്തരത്വം കാണിക്കാത്തൊരു മൂലകം നൈട്രജൻ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതാണ്? ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതാണ്? ഓക്സാലിക് ആസിഡ് അല്ലേ, ഓക്സാലിക് ആസിഡ്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്, ദെൻ കാർബോണിക് ആസിഡ്. ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡും കാർബോണിക് ആസിഡുമാണ് ത്രിബേസിക അമ്ലം എന്ന സംഭവം കാണിക്കാത്ത സാധനം ഇല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡുമാണ് അത് കാണിക്കാത്തത്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിഥിയം അത് 1, 2, 3 പ്രസ്താവന ശരിയാണ്. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികർണ ബന്ധം ഉണ്ടാക്കുന്നു. ഓക്കെ, ലിഥിയം സഹസംയോജ സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. പിന്നെ ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജ്ജമുണ്ട്. ഈ ലിഥിയത്തെ സംബന്ധിച്ച ക്വസ്റ്റ്യൻ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ലിഥിയം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ലിഥിയം ആൻസറായിട്ടല്ല, ലിഥിയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലിഥിയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികർണ ബന്ധം കാണിക്കുന്നു. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജ്ജവുമുണ്ട്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം അല്ലേ. മിനിമം അത്രയെങ്കിലും നമ്മൾ അറിയണ്ടേ. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം അല്ലേ. അതായത് മറ്റ് സബ്ജക്റ്റുകാർക്ക്, കെമിസ്ട്രി അല്ലാത്തവർക്ക്, ഫിസിക്സ് അല്ലാത്തവർക്ക് അറിയാത്തില്ല, അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം എന്ന് പറയുക. സഹസംയോജന ബന്ധമുള്ളവരാണ്. അതിന് ഉയർന്ന അയോണീകരണ ഊർജ്ജവുമുണ്ട്. നെക്സ്റ്റ് ചോദ്യം, തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനം അർഹനായി. തെറ്റായ പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെന്ത് കിട്ടി? 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അന്തരീക്ഷ വായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കുവാൻ സാധിക്കുന്നു. പിന്നെ
വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നു. ഓക്കെ, തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് രസതന്ത്ര നോബൽ പ്രൈസ് കിട്ടിയതാണ്. ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ചോദിക്കാൻ നമ്മൾ എഴുതുകയും ചെയ്യും. നമ്മൾ ആൻസർ പഠിച്ചു നോക്കണം. 25 രസതന്ത്രമാണ് നോബൽ പ്രൈസ്. തന്മാത്രകളുടെ വാസ്തുവിദ്യ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവന ഏതല്ല? മാമാങ്കം. എല്ലാം ശരിയെന്നാണ് ഉത്തരം. എല്ലാം ശരിയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിൻ്റെ ഉത്സവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടും മാമാങ്കം കൊണ്ടാടുന്നു. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിൻ്റെ അധിപനായ വള്ളാട്ടിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ മാമാങ്കത്തിന് രണ്ട് പ്രസ്താവന ശരിക്കും അറിയില്ല. രണ്ടാമത്തെ നല്ല ശരിക്കും അറിയാം. ബാക്കി രണ്ടാമത് എന്ത് ചെയ്യും? അത് ഓപ്ഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ വെച്ചിട്ട് ഈ നാലാമത്തതും രണ്ടാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ? അപ്പം 4 കൊണ്ട് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നേരം ഈ ഓപ്ഷൻ വെച്ച് നമ്മൾ കറക്റ്റാക്കും. എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി ബന്ധമുള്ള സാമ്യമുള്ള കഥാപാത്രമാണ് ആ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവൽ ഏത് പേരിലാണ് അവതരിപ്പിക്കുന്നത്? നിരമിത്രൻ എന്ന് പറയും. നിരമിത്രൻ. നെക്സ്റ്റ് ചോദ്യം, യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ബന്ധമുള്ള ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന എന്തൊക്കെയാണ്? യക്ഷഗാനം എന്ന നാടോടി കലാരൂപം ബന്ധം ഇല്ലാത്ത ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന, യക്ഷഗാനത്തോട് ചേർന്ന് നിൽക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് സിമ്പിളായി ചോദിച്ചേക്കുന്നത് അല്ലേ? അത് രണ്ടാമത്തെ മാത്രമാണ് ചേർന്ന് നിൽക്കാത്തത്. ചുരുക്കമ്പോൾ യക്ഷഗാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം എന്നർത്ഥം. എന്നാൽ മാത്രമൊക്കെ എഴുതാൻ പറ്റുള്ളൂ. യക്ഷഗാനത്തിന് ബലയാട്ടം എന്ന പേര് കൂടിയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കലാരൂപം പ്രചാരത്തിലുണ്ട്. ദെൻ പാർത്തി സുബ്ബയ്യാണ് യക്ഷഗാന രചയിത. ഈ 3 ഫാക്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഫാക്റ്റുകളാണ് അല്ലേ? സത്യമാണ്. നെക്സ്റ്റ് ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. വികസിത് ഭാരത് എന്നാണ് ശരിക്കും മോദിജിയുടെ എല്ലാ പരിപാടിക്കും വികസിത് ഭാരത് പറയാറുണ്ടല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ഓർത്താലും ഒരു പക്ഷേ കിട്ടും നമുക്ക്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഓക്കെ, അജീവിക മിഷൻ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് പുതിയ പേര്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പത്തിൻ്റെ പുതിയ, ഇതിപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി അല്ലേ? അപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ നോക്കി വെച്ചു. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തലശ്ശേരിയാണ്. ഓക്കെ, തലശ്ശേരിയാണ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി 50 നമുക്ക് പിന്നീട് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ.